ഹലോ സ്റ്റുഡൻസ്, നമ്മളുടെ പേപ്പർ 3 ലോജിക്കൽ റീസണിങ്ങിൻ്റെ RTP ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരെയും ആകെ 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാം തന്നെ. നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്. നമ്പർ സീരീസ് കോഡിങ് ഡീകോഡിങ് എന്നാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് 7, 26, 63, 124, 215, 342. അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ക്യൂബ്സ് അല്ലേ. ക്യൂബ്സ് നമുക്കറിയാം, ക്യൂബ്സുമായിട്ട് റിലേറ്റഡ് ആണ്. എക്സ് ക്യൂബ് സീരീസ് ബേസ്ഡ് ഓൺ സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ്സ് ഒരു പോർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്താണ്. ഓക്കെ, അപ്പം നമുക്കറിയാം 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 3 ക്യൂബ് എന്ന് പറയുന്നത് 27, അതുപോലെ 4 ക്യൂബ് 64, 5 ക്യൂബ് 125, 6 ക്യൂബ് 216, 7 ക്യൂബ് 343. ഇവിടെ വന്നിരിക്കുന്ന നമ്പറെല്ലാം അതിൽ നിന്ന് ഒന്ന് കുറച്ചാണ്. 8ൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് 7, 27ൽ നിന്ന് കുറച്ച് 26. അപ്പം എക്സ് ക്യൂബ് -1 എന്ന ഫോമിലാണ് ഈ സീരീസ് പോയിക്കുന്നത്. സോ അടുത്തതെന്ന് പറയുന്നത് ഇവിടെ 6 ക്യൂബ് 7 ക്യൂബ്, അടുത്ത 8 ക്യൂബ് വരണം. സോ ആൻസർ ഷുഡ് ബി 8 ക്യൂബ് -1. 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 512 -1 511 ആണ് ആൻസർ. വെരി ഈസി ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമിലർ ടൈപ്പ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട് അല്ലേ, എക്സസൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഫ്രം ചാപ്റ്റർ 1. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് ഇത്രയൊന്നും ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താണ് ദിസ് ഈസ് ഓഫ് ദ ഫോം എക്സ് ക്യൂബ് -1. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം എക്സ് ക്യൂബ് -1 ഫോമിലാണ്. ഒരു 10 സെക്കൻഡ് അല്ലെ 15 സെക്കൻഡിൽ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 പറഞ്ഞേക്കുന്നത് ഏത് ചാപ്റ്ററാണിത്? ഇതും കോഡിങ് ആൻഡ് ഡീകോഡിങ് തന്നെയാണ്. നോക്കുക, ഏതോ ഒരു കോഡിൽ കാവേരി എന്ന വാക്കിനെ VAKIRE ആക്കിയിട്ടുണ്ട് എങ്കിൽ ആ കോഡിൽ മൈസൂർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം കാവേരി എന്ന വാക്കിനെ എങ്ങനെയൊക്കെയോ ജമ്പിൾ ചെയ്തിട്ടേക്കാം. ആ ലെറ്റേഴ്സിനടുത്ത് എന്തോ ചെയ്തേക്കാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. KAVERI ഇതാണ് തന്നേക്കുന്നത്. ഇവരെഴുതിയേക്കുന്നതാണ് VAKIRE. ഇവിടെ ചെയ്തേക്കുന്നതാണ് കാവേരിനെ VAK, ഇതിങ്ങോട്ട് KAV എന്നുള്ള കാവേരിയുടെ ആദ്യത്തെ 3 ലെറ്ററിനെ KAV തിരിച്ചെഴുതി VAK ഇങ്ങനെ എഴുതിയേക്കുക അല്ലേ. അതുപോലെ ERI എന്ന 3 തിരിച്ചെഴുതിയേക്ക് IRE. ഇതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. സിമിലർലി മൈസൂർ അങ്ങനെ എഴുതിയാൽ മതി, ആൻസറായി മൈസൂർ. അപ്പോൾ ആദ്യത്തെ ഈ 3 ലെറ്ററിനെ തിരിച്ചെഴുതുന്നു SYM. SYM തുടങ്ങുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? A ഇല്ല, D ഇല്ല. SYM ഇതിങ്ങോട്ട് SYM കഴിഞ്ഞ് തിരിച്ചിട്ട് EOR SYM കഴിഞ്ഞിട്ട് തിരിച്ച് SYM ERO. ഓപ്ഷൻ C ആണ് ആൻസർ. ഇതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെ വലിയ പാടൊന്നുമില്ല. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, this is also from the first chapter, number series coding and decoding. അപ്പോൾ in a certain code December is written as ERMBCD. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡിസംബറിനെ എങ്ങനെയോ ജമ്പിൾ ചെയ്തിട്ടേക്കാം അല്ലേ. ഡിസംബറിലെ ഒരു ലെറ്റർ എടുത്തിട്ട് എങ്ങനെയൊക്കെയോ മാറ്റി ഇട്ടേക്കാണ്. എങ്കിൽ ഏത് വേർഡാണ് ഇതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്യണം. ഓപ്ഷൻ നോക്കിക്കേ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. അപ്പോൾ യൂഷ്വലി നമ്മളെന്തോ ഡിസംബർ എങ്ങനെ ഇതായി എന്ന് നമ്മൾ ചിന്തിക്കണം അല്ല യൂഷ്വലി നമ്മൾ ചെയ്യുമ്പോൾ. പക്ഷേ നമുക്ക് ഉറപ്പായിട്ടറിയാം അതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ അല്ലേ, ഈ ERMBVENO എന്ന് പറയുന്നത് കാര്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് നവംബർ എന്നത്. ഡിസംബർ ഇങ്ങനെ ആയി എങ്കിൽ ഇതിൽ നിന്നേ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ച് നവംബറിലെത്തും അല്ലേ, എങ്ങനെ ഡീകോഡ് ചെയ്തേ ഞാൻ നവംബറിലെത്തും എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാണുമ്പോൾ തന്നെ ആൻസർ ഓപ്ഷൻ യൂസ് ചെയ്ത് ആൻസറിലോട്ട് പോകാം. സോ ഇതും ഞാൻ പറയുന്നത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഇസ് ഫ്രം ദ ചാപ്റ്റർ ഡയറക്ഷൻ സെൻസ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ചെയ്യാം? ദ രവി ഫേസിങ് ടുവേർഡ്സ് നോർത്ത്. രവി ആദ്യം നോർത്തിലോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ടേണിംഗ് ടു ഹിസ് റൈറ്റ് ഹി walks 25 meters.
നോർത്തിലോട്ട് നോക്കി നിൽക്കുന്ന രവി റൈറ്റിലോട്ട് തിരിയുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങോട്ടാണ് തിരിയുന്നത് നോക്കി നിൽക്കുന്നത്? റൈറ്റിലോട്ട് തിരിഞ്ഞ് ഈസ്റ്റിലോട്ടാണ്. സോ ഈസ്റ്റിലോട്ട് എത്ര ദൂരം നടന്നു? 25 meters നടന്നു. Then he turns to his left and walks 30 meters. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 30 മീറ്റർ നടന്നു. അപ്പോൾ ഇതാ 25 മീറ്റർ ആദ്യം ഈസ്റ്റിലോട്ട് നടന്നു, പിന്നെ ലെഫ്റ്റ് തിരിയുമ്പോൾ നോർത്തിലോട്ടാണ്, ഒരു 30 മീറ്റർ നടന്നു. നെക്സ്റ്റ് ഹി മൂവ്സ് 25 meters ടു ഹിസ് റൈറ്റ്. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞൊരു 25 meters നടന്നു. ദെൻ ടേൺസ് ടു ഹിസ് റൈറ്റ്. അവിടുന്ന് പിന്നെ റൈറ്റ് ഇരുന്ന് 55 മീറ്റർ നടന്നു. അവിടുന്ന് പിന്നെ റൈറ്റ് തിരിയുമ്പോൾ താഴോട്ടാണ് അല്ലേ? എത്ര? 55 മീറ്റർ നടന്നു, കുറേ താഴോട്ട് വന്നു. ഫൈനലി ഹി ടേൺസ് ടു ഹിസ് റൈറ്റ് ആൻഡ് മൂവ്സ് 40 meters. അപ്പോൾ താഴോട്ട് വരുന്ന ഒരാളുടെ ലെഫ്റ്റ് ഇതും റൈറ്റ് ഇതുമാണ്. റൈറ്റിലോട്ട് തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. റൈറ്റിലോട്ട് തിരിഞ്ഞ് ഇത് ഇത്ര ഒരു 25 വരും, പിന്നെ ഒരു 40 എന്ന് പറയുമ്പോൾ ഇവിടെ വരെ. ഓക്കെ, ഇവിടെ വരെ നടന്നു. ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ നൗ ഹീസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഇതായിരുന്നു. ഇപ്പോൾ ഇവിടെ അപ്പം സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഈ ഡയറക്ഷൻ അല്ലേ? ദിസ് ഡയറക്ഷൻ ഇതെന്ന് പറയുമ്പം ഇത് ഈസ്റ്റും ഇത് സൗത്തുമാണ്. സൗത്ത് ഈസ്റ്റ് ഈസ് ദ ആൻസർ. ദിസ് ഈസ് ആൾസോ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ഒബ്വിയസ്ലി വി നോ ഡയറക്ഷൻസ് ആൻഡ് ബ്ലഡ് റിലേഷൻസ് ഇതാണ്. അപ്പോൾ ഇത് ഈ ടൈപ്പ് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ള അല്ലേ? പോയിൻറ്റിങ് ടു എ മാൻ, ഒരു ജെൻറ്റിൽമാൻ, ഒരു ആളെ കാണിച്ചുകൊണ്ട് ദീപക് പറയാണ് ഹിസ് ഒൺലി ബ്രദർ ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. ഓക്കെ, അത് ഈസി ആക്കാം. ദീപക് പറയുന്നുണ്ട് മൈ ഡോട്ടേഴ്സ് ഫാദർ. ദീപക്കിൻ്റെ പെൺമക്കളുടെ ഡോട്ടേഴ്സിൻ്റെ അച്ഛനെ താര ദീപക് തന്നെയാണ്. അപ്പോൾ ദീപക്കുണ്ട്, ദീപക് 2 ഡോട്ടേഴ്സ് ഉണ്ട്. അത് കാര്യമില്ല ഇവിടെ. ഓക്കെ, സോ ദീപക് ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. അപ്പം ഡോട്ടേഴ്സ് ഫാദർ ആരാ? ദീപക്കാണ്. ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ എന്ന് പറയുമ്പം ദീപക്കിൻ്റെ ഫാദറാണ്. ഇത്രയും ക്ലിയർ അല്ലേ? എളുപ്പം. സോ പോയിൻറ്റിങ് ടു എ മാൻ, ഹീ ഈസ് ദ ഒൺലി ബ്രദർ ഓഫ് ദിസ് ഫാദർ. ഏത്? ഈ ഫാദറിൻ്റെ ഒൺലി ബ്രദറാണ്. അപ്പം ദീപക്കിൻ്റെ ഫാദറിൻ്റെ ബ്രദറാണ് ഈ ജെൻറ്റിൽമാൻ. അപ്പോൾ ഇത് പറ്റേണൽ അങ്കിളല്ലേ? അങ്കിളാണ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ഹൗ ഈസ് ദിസ് ജെൻറ്റിൽമാൻ റിലേറ്റഡ് ടു ദീപക്? ദീപക്കിൻ്റെ ഫാദറിൻ്റെ ബ്രദർ ദീപക്കിൻ്റെ അങ്കിളാണ്. ഓക്കെ, ഈസി. അപ്പം നമ്മുടെ RTPയിൽ ആകെ 5 ക്വസ്റ്റ്യൻ ഉള്ളായിരുന്നു. 3 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്, ഒരു ക്വസ്റ്റ്യൻ സെക്കൻഡ് ചാപ്റ്റർ, ഒരു ക്വസ്റ്റ്യൻ ഫോർത്ത് ചാപ്റ്റർ. തേർഡ് ചാപ്റ്റർ അതായത് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഒന്നുമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ റിയൽ എക്സാമിന് അങ്ങനെയല്ല. ടോട്ടൽ 20 ക്വസ്റ്റ്യൻസിൽ 5 ഫസ്റ്റ് ചാപ്റ്റർ, 5 സെക്കൻഡ് ചാപ്റ്റർ, 5 തേർഡ്, 5 ഫോർത്ത്, അങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇപ്പോഴും പാടാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഈ ചാപ്റ്ററിൻ്റെ പേരടിച്ച് കൊടുക്കുക, മോർ ക്വസ്റ്റ്യൻസ് കൊടുക്കുക, നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.